നമ്മളിൽ പലരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വപ്നം കാണുന്ന കാര്യമാണ് സ്വന്തമായൊരു ഭൂമി വാങ്ങി വീട് പണിയുക എന്നത്. പക്ഷേ ഒരു ചെറിയ അശ്രദ്ധ ആ സ്വപ്നം തന്നെ ഒരു ദുസ്വപ്നമാക്കി മാറ്റിയേക്കാം. ഒരു ഭൂമി വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ പിഴവ് നിങ്ങളുടെ ജീവിതത്തിലെ മുഴുവൻ സേവിങ്സ് പോലും നഷ്ടപ്പെടുത്താൻ കാരണമാകാം. കേരളത്തിൽ തന്നെ പണം കൊടുത്ത് ഭൂമി വാങ്ങിച്ച ശേഷം കേസിൽ കുടുങ്ങി വർഷങ്ങളോളം കോടതിയിൽ കയറി ഇറങ്ങുന്ന ആളുകളുണ്ട്. ലക്ഷങ്ങൾ ചെലവഴിച്ച് വാങ്ങിയ ഭൂമി പിന്നീട് കേസിലായാൽ, അല്ലെങ്കിൽ സർക്കാർ ഭൂമിയായാൽ, അല്ലെങ്കിൽ വീട് വെക്കാൻ പറ്റാത്ത സ്ഥലമായാൽ എന്തായിരിക്കും അവസ്ഥ? അതിനാൽ ഭൂമി വാങ്ങുന്നതിന് മുമ്പ് 12 പ്രധാന കാര്യങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി പരിശോധിക്കേണ്ടത് വസ്തു വിൽക്കുന്ന വ്യക്തിക്ക് ആ ഭൂമിയിൽ യഥാർത്ഥ അവകാശം ഉണ്ടോ എന്നതാണ്. ഇത് കേൾക്കാൻ സിമ്പിളാണ്, പക്ഷേ ഇവിടെ തന്നെയാണ് പലർക്കും തെറ്റുന്നത്. ഒരാളിൻ്റെ ഭൂമി കാണിച്ച് മറ്റൊരാളുടെ ഭൂമി വിൽക്കുന്ന സംഭവങ്ങൾ പോലും ഉണ്ടാകാറുണ്ട്. അതിനാൽ ആധാരം, മുന്നാധാരങ്ങൾ, പട്ടയം, പോക്കുവരവ് രസീത്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, കുടിക്കട സർട്ടിഫിക്കറ്റ് ഇവയെല്ലാം നേരിട്ട് പരിശോധിക്കണം. രേഖകൾ ഒറിജിനൽ തന്നെ പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. ഭൂമി സംബന്ധിച്ച രേഖകൾ പരിശോധിക്കുന്നത് സാധാരണക്കാരന് എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഒരു ആധാരം എഴുത്തുകാരനെയോ വക്കീലിനെയോ കൊണ്ട് രേഖകൾ പരിശോധിപ്പിക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും സംശയം തോന്നിയാൽ ബന്ധപ്പെട്ട സർക്കാർ ഓഫീസിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിക്കണം. ഭൂമി വാങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിലൊന്നാണ് കുടിക്കട സർട്ടിഫിക്കറ്റ് അഥവാ എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ്. ഇത് സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ലഭിക്കും. ഈ രേഖ പരിശോധിച്ചാൽ ആ ഭൂമിക്ക് മേൽ വായ്പയുണ്ടോ, നിയമപരമായ ബാധ്യതകളുണ്ടോ, മുൻപ് എന്തെല്ലാം കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ട് എന്നിവയെല്ലാം മനസ്സിലാക്കാം. കുറഞ്ഞത് 15 വർഷത്തെ കുടിക്കട സർട്ടിഫിക്കറ്റ് പരിശോധിക്കുന്നതാണ് സുരക്ഷിതം. വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ചതുപ്പ് ഭൂമിയാണോ അല്ലെങ്കിൽ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണോ എന്ന് ഉറപ്പാക്കണം. അത്തരത്തിലുള്ള ഭൂമികളിൽ സാധാരണയായി വീട് നിർമ്മിക്കാൻ അനുമതി ലഭിക്കില്ല. ഇത് വില്ലേജ് ഓഫീസിൽ പോയി പരിശോധിക്കണം. ചില പ്രദേശങ്ങൾ സർക്കാർ ഗ്രീൻ ബെൽറ്റായി പ്രഖ്യാപിച്ചിട്ടുണ്ടാവും, അതായത് പരിസ്ഥിതി സംരക്ഷണത്തിനായി മാറ്റിവെച്ച സ്ഥലമായിരിക്കും. ഇത്തരം സ്ഥലങ്ങളിൽ കെട്ടിട നിർമ്മാണം അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് ആ വിവരം ഉറപ്പാക്കണം. ഭൂമി വാങ്ങുമ്പോൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് വഴിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. സ്ഥലത്തേക്ക് സ്വകാര്യ വഴിയുണ്ടെങ്കിൽ അത് ആധാരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം. നിങ്ങൾ വാങ്ങാൻ പോകുന്ന ഭൂമി ഏതെങ്കിലും സർക്കാർ പദ്ധതികൾക്കായി നീക്കിവെച്ചതാണോ എന്ന് പരിശോധിക്കണം. അതായത് ആ ഭൂമി റോഡ് വികസനത്തിനായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോജക്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അതുപോലെ പാരിസ്ഥിതികമായ ദുർബല പ്രദേശമാണോ എന്നും ഉറപ്പാക്കണം. ഇതിന് ഭൂമിയുടെ സർവേ നമ്പർ ഉപയോഗിച്ച് വില്ലേജ് ഓഫീസിൽ അന്വേഷിച്ചാൽ മതി. കോടതി വ്യവഹാരങ്ങൾ ഉണ്ടായിരുന്ന ഭൂമിയാണെങ്കിൽ അത് വാങ്ങുന്നതിന് മുമ്പ് ഒരു വക്കീലിൻ്റെ ഉപദേശം തേടുന്നത് നല്ലതാണ്. പിന്തുടർച്ചാവകാശമായി ലഭിച്ച ഭൂമിയാണെങ്കിൽ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് പരിശോധിക്കണം. ഹൈ ടെൻഷൻ വൈദ്യുതി ലൈനുകൾ അല്ലെങ്കിൽ റെയിൽ പാളങ്ങൾ ഇവയുടെ സമീപമുള്ള ഭൂമിയാണെങ്കിൽ വീട് നിർമ്മിക്കാൻ ബന്ധപ്പെട്ട അധികാരികളുടെ അനുമതി ആവശ്യമായി വരാം. കൂടാതെ ഭൂമി വാങ്ങുമ്പോൾ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം 100 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ വസ്തു കൈമാറ്റങ്ങളും സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണം. വിൽപ്പന കരാർ എഴുതിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അഡ്വാൻസ് മാത്രം നൽകിയിട്ടുണ്ടെങ്കിലോ ഉടമസ്ഥാവകാശം ലഭിക്കില്ല. പ്ലോട്ടുകളായി തിരിച്ച വസ്തു വാങ്ങുമ്പോൾ വഴിയുമായി ബന്ധപ്പെട്ട അവകാശം പ്രമാണത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. അല്ലെങ്കിൽ പിന്നീട് തർക്കങ്ങൾ ഉണ്ടാവാം. അയൽ വസ്തുവിലൂടെ വഴി നടക്കാനുള്ള അവകാശം ഈസ്മെന്റ് അവകാശം എന്നറിയപ്പെടുന്നു. 1882 ഇന്ത്യൻ ഈസ്മെന്റ് നിയമത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളുള്ളത്. ചില സാഹചര്യങ്ങളിൽ 20 വർഷം തുടർച്ചയായി ഉപയോഗിച്ച വഴിക്ക് നിയമപരമായ അവകാശം ലഭിക്കും. ലാസ്റ്റായിട്ട് പറയാനുള്ളത്, ഭൂമി അളവ് നടത്താതെ ഒരിക്കലും വാങ്ങരുത്. രേഖകളിലെ ഏരിയ മാത്രം വിശ്വസിക്കാതെ മെഷർമെൻറ്റ് ചെയ്ത് മാത്രം വാങ്ങുക. ഭൂമി വാങ്ങുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം ഉറപ്പാക്കുന്നത് നിങ്ങളെ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കും. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക.